Kids Kingdom Online VBS 2026. കിഡ്സ് കിങ്ഡം ഓൺലൈൻ VBSന്റെ രണ്ടാം ദിനത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ VBS നമുക്കൊരു പ്രാർത്ഥനയോടെ ആരംഭിച്ചാലോ? നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്നത്തെ VBSനെ അനുഗ്രഹിക്കണമേ. പങ്കെടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നലത്തെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇനി നമുക്ക് ചില പാട്ടുകൾ പഠിച്ചാലോ? അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകാം. കിഡ്സ് കിങ്ഡം ഓൺലൈൻ വീണ്ടും വന്നെത്തി കൂട്ടുകാരെ, 3 ദിനങ്ങൾ ആമോദമാക്കാൻ വാ കൂട്ടുകാരെ. കിഡ്സ് കിങ്ഡം ഓൺലൈൻ VBS പിതാക്കന്മാരുടെ ജീവിത കഥയും പാട്ടും കളികളുമായി അവധിക്കാലം ആഘോഷമാക്കാം കൊച്ചു കൂട്ടുകാർ. കിഡ്സ് കിങ്ഡം ഓൺലൈൻ VBS പിതാക്കന്മാരുടെ ജീവിത കഥയും പാട്ടും കളികളുമായി അവധിക്കാലം ആഘോഷമാക്കാം കൊച്ചു കൂട്ടുകാരെ. Kids Kingdom Online VBS 2026. ക്രിസ്തുവിനായി ഉണരാൻ, ക്രിസ്തുവിനായി ഉയരാൻ, ക്രിസ്തുവിനായി നേടാം ഭാരതത്തെ. വളരാൻ ക്രിസ്തുവിനായി ഉണരാൻ, ക്രിസ്തുവിനായി ഉയരാൻ, ക്രിസ്തുവിനായി നേടാം ഭാരതത്തെ. പോയിടം പൊരുതിടാൻ ക്രിസ്തുവിനൊന്നിച്ചൊന്നിച്ചൊന്നായി നാം പകരാൻ ക്രിസ്തുവിൻ സ്നേഹം ലോകത്തെവിടെയും ധൈര്യത്തോടെ നാം. പോയിടം പൊരുതിടാൻ ക്രിസ്തുവിനൊന്നിച്ചൊന്നിച്ചൊന്നായി നാം പകരാൻ ക്രിസ്തുവിൻ സ്നേഹം ലോകത്തെവിടെയും ധൈര്യത്തോടെ നാം. വളരാൻ ക്രിസ്തുവിനായി ഉണരാൻ, ക്രിസ്തുവിനായി ഉയരാൻ, ക്രിസ്തുവിനായി നേടാം ഭാരതത്തെ. വളരാൻ ക്രിസ്തുവിനായി ഉണരാൻ, ക്രിസ്തുവിനായി ഉയരാൻ, ക്രിസ്തുവിനായി നേടാം ഭാരതത്തെ. Kids Kingdom Online VBS 2026. മിന്നും താരങ്ങൾ കൺചിമ്മി ചിമ്മി എന്നും പാടുന്നു ദൈവത്തിൻ മഹത്വം. വാനം ഭൂഗോളം താരാപഥങ്ങൾ വാഴ്ത്തിപ്പാടുന്നു ദൈവത്തിൻ വലിപ്പം. പൈതങ്ങൾ നമ്മളൊന്നായി ഗീതങ്ങൾ പാടാം നന്നായി. പൈതങ്ങൾ നമ്മളൊന്നായി ഗീതങ്ങൾ പാടാം നന്നായി. മിന്നും താരങ്ങൾ കൺചിമ്മി ചിമ്മി എന്നും പാടുന്നു ദൈവത്തിൻ മഹത്വം. മനോഹരമായ പാട്ടുകളും കഥകളും വാക്യങ്ങളെല്ലാം ഇന്നലെ നാം പഠിച്ചല്ലോ. ഇനി നമുക്കൊരു വാക്യം പഠിക്കാൻ പോയാലോ? നമ്മെ വാക്യം പഠിപ്പിക്കാനായി ബിൻസി ആന്റി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കിഡ്സ് കിങ്ഡം VBSന്റെ സെക്കൻഡ് ഡേയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെല്ലാം വാക്യം പഠിക്കാൻ തയ്യാറായിരിക്കുകയാണല്ലേ? ആൻറ്റി ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്ന വാക്യം സങ്കീർത്തനങ്ങൾ 55ന്റെ 22ാമത്തെ വാക്യമാണ്. Psalms 55:22. ആൻറ്റി നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. സങ്കീർത്തനങ്ങൾ 55ന്റെ 22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ആൻറ്റി ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. Psalms 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ആൻറ്റി വായിച്ചത് കൂട്ടുകാർ കേട്ടോ? യെസ്, എല്ലാവരും കേട്ടല്ലേ? എന്താ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. എന്താ കൂട്ടുകാരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും വേദനകളും ഒറ്റപ്പെടലും ഒക്കെ കടന്നു വന്നേക്കാം. ആ സമയത്ത് നാം ഞാൻ എങ്ങനെ ഇതിനെ തരണം ചെയ്യും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും,
ഞാൻ എങ്ങനെ ഇതിനെയൊക്കെ മറികടക്കുമെന്ന് ഓർത്ത് ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാറുണ്ടല്ലേ? എന്നാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ ദൈവം നമ്മെ പുലർത്തും. എന്നിട്ട് പറയുകയാണ്, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. തിരമാലകൾ പോലെയും കൊടുങ്കാറ്റുകൾ പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. എന്നാലും ദൈവം അവിടെ എന്ത് ചെയ്യും? ദൈവം നാം തകർന്നു പോകുവാനോ നാം ഇല്ലാതായി പോകുവാനോ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും നാം ദുഃഖിച്ചിരിക്കുവോ? ഇല്ല അല്ലേ? ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും, എന്തെല്ലാം ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതെല്ലാം നാം എന്ത് ചെയ്യണം? ദൈവകരങ്ങളിലേക്ക് കൊടുക്കണം. ആ ദൈവം നമ്മെ പുലർത്തും. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഈ വാക്യം ഒന്ന് പഠിച്ചാലോ? ആൻറ്റി വാക്യം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി നല്ല ശബ്ദത്തിൽ പറയണേ. റെഡിയാണോ? എല്ലാവരും റെഡിയാണല്ലേ? ഓക്കെ. സങ്കീർത്തനങ്ങൾ 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഇനി നമുക്ക് കഥ കേൾക്കാൻ പോയാലോ? സജ്ജങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കഥയുമായി കാത്തിരിപ്പുണ്ടല്ലേ? അപ്പോൾ നമുക്ക് കഥ കേൾക്കാൻ പോവാം. ബൈ ബൈ. Kids Kingdom Online VBS 2026. ഹായ് കൂട്ടുകാരെ, കിഡ്സ് കിങ്ഡത്തിലൂടെ വീണ്ടും ഒരു കഥ കേൾക്കുവാനായിട്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. നല്ല പാട്ടുകളൊക്കെ നിങ്ങൾ പഠിച്ചു, അതുപോലെ വാക്യവും പഠിച്ചു. ഇനിയും നിങ്ങളോട് ഞാനൊരു ചെറിയ കഥ പറയാം. നാം പഠിച്ച വാക്യം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്നായിരുന്നുവല്ലോ. ആ വാക്യവുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചെറിയ കഥ നിങ്ങളോട് പറയുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും വളരെ പരിചയമുള്ള കഥയാണ് എന്നെനിക്കറിയാം. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിനെ കുറിച്ചുള്ള കഥയാണ് ഇത്. അബ്രഹാം ആദ്യ മാതാപിതാക്കളായ ആദാമിന്റെയും ഹവ്വയുടെയും ശേഷം ഏകദേശം 2000 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചിരുന്നയാളാണ് അബ്രഹാം. അബ്രഹാം കൽദേരുടെ ഊരിലായിരുന്നു താമസിച്ചിരുന്നത്. ഏകദേശം 71 വയസ്സ് ഒക്കെ ആയപ്പോൾ അദ്ദേഹത്തെ ദൈവം വിളിച്ചു. അങ്ങനെ അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടു. ഇതുവരെ ദൈവം ആരാണെന്നറിയാതെ തൻ്റെ പിതാവായ തേരഹിനുണ്ടായിരുന്നത് പോലെ വിഗ്രഹങ്ങളെയൊക്കെ വിറ്റ് വിഗ്രഹങ്ങളെ സേവിച്ച് ജീവനുള്ള ദൈവം ആരാണെന്ന് അറിയാതെ ജീവിച്ച ഒരാളായിരുന്നു അബ്രഹാം. എന്നാൽ അബ്രഹാമിനെ ദൈവം വിളിച്ച് അവൻ കൽദേരുടെ ഊരിൽ നിന്നും അവൻ യാത്രയാവുകയാണ്. സ്തെഫാനോസ് ഇതിനെക്കുറിച്ച് പറയുന്നത് തേജോമയനായ ദൈവം കൽദേരുടെ ഊരിൽ വെച്ച് അബ്രഹാമിന് പ്രത്യക്ഷനായി എന്നാണ്. നാം പഠിച്ച വാക്യമടങ്ങിയിരിക്കുന്ന എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചതിനെ കുറിച്ച് അതിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഇവിടെ നാം കാണുന്നത് വിശ്വാസത്തിന്റെ അനുസരണം എന്നുള്ളതാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചു. കൽദേരുടെ ഊരിൽ നിന്നും വിളിക്കുമ്പോൾ എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെയാണ് അബ്രഹാം യാത്ര തിരിച്ചത്. ഒന്ന് ഓർത്തു നോക്കിയേ. ഏകദേശം 71-72 വയസ്സുള്ള അബ്രഹാം താൻ സാറായി എന്ന തൻ്റെ ഭാര്യയും അതുപോലെ തൻ്റെ വീട്ടിലുള്ള ദാസിദാസന്മാരും തൻ്റെ ആടുമാടുകളും സകലവുമായിട്ട് താൻ യാത്രയാവുകയാണ്. ശരിക്കും അന്നത്തെ കാലത്ത് അബ്രഹാമിന് വളരെ വലിയ
ഒരു വീടുണ്ടായിരുന്നു, കൊട്ടാര സമാനമായ ഒരു വീടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അന്നത്തെ സംസ്കാരം ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് അബ്രഹാമിന് 100-ലധികം പേർക്ക് ഒരു സമയത്ത് തന്നെ ഇരുന്ന് ആഹാരം കഴിക്കുവാൻ കഴിയുന്ന അത്ര വലിയൊരു ഡൈനിങ് ഹാൾ ഉണ്ടായിരുന്നു. അബ്രഹാമിന് നിരവധി മുറികളുള്ള ഒരു വീടുണ്ടായിരുന്നു. അങ്ങനെ കൊട്ടാര സമാനമായ ഒരു വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചത്. അദ്ദേഹത്തിന് വലിയ ഈന്തപ്പന തോട്ടവും മുന്തിരിത്തോട്ടവും അനേകം ആടുമാടുകളും ഒട്ടകങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ഒട്ടകങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്ന ആടുമാടുകളും ഒക്കെ ആയിട്ട് അദ്ദേഹം പുറപ്പെട്ടു. പക്ഷേ ബാക്കിയുള്ളതൊന്നും അദ്ദേഹത്തിന് കൊണ്ടുപോകുവാൻ കഴിയുമായിരുന്നില്ലല്ലോ. എന്നാൽ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അവൻ വിശ്വാസത്താൽ എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെയും എന്നെയും ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് അതിനോട് അനുസരണം കാണിക്കുന്നവരാണോ നാം? നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം വിവിധ നിലകളിൽ നമ്മളോട് പറയുമ്പോൾ നാം അത് അനുസരിക്കണം. നാം മാതാപിതാക്കളെ അനുസരിക്കണം, നമ്മളുടെ ഗുരുക്കന്മാരെ അനുസരിക്കണം, നമ്മളെക്കാൾ പ്രായമുള്ളവർ നമ്മളോട് പല ഉപദേശങ്ങൾ പറയുമ്പോൾ അതൊക്കെ അനുസരിക്കുന്നവരായിട്ട് നാം ആയിരിക്കണം. അനുസരിക്കുന്നത് യാഗത്തേക്കാൾ ഉത്തമം എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാതാപിതാക്കളെ അനുസരിക്കുന്നവരാണോ? ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരാണോ? ഒന്ന് ചിന്തിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. അബ്രഹാം ദൈവം തന്നെ വിളിച്ചപ്പോൾ അവൻ ആ വിളി കേട്ട് വിശ്വാസത്താൽ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ദൈവത്തിന്റെ വിളിയോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ദൈവം വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ വിളി കേട്ടിട്ടുണ്ടോ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് തന്റെ ഏകജാതനായ പുത്രനെ അവൻ ക്രൂശിൽ യാഗമാക്കി നമുക്ക് വേണ്ടി രക്ഷയൊരുക്കി. ഈ രക്ഷയുടെ വിളി നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിക്കുവാൻ, യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകണം. അതുകൊണ്ട് അബ്രഹാമിനെ കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം, ദൈവം അവനെ വിളിച്ചപ്പോൾ ദൈവത്തിന്റെ വിളി കേട്ട് അവൻ സകലവും ഉപേക്ഷിക്കുവാൻ തയ്യാറായി അവൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു എന്നാണ്. നിങ്ങളും ഞാനും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ സ്വത്തും സമ്പത്തും സാധന സാമഗ്രികളും എന്തൊക്കെ നമുക്കുണ്ടെങ്കിലും ദൈവത്തിന്റെ വിളി വരുമ്പോൾ എന്തും ഉപേക്ഷിക്കുവാൻ തയ്യാറാകണമെന്ന് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം നമ്മോട് പറയുന്ന ഒന്നാമത്തെ പാഠമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് വീണ്ടും ഒരു പാഠം നമുക്ക് കാണുവാൻ കഴിയും. അത് രണ്ടാമത്തെ പാഠമാണ്. അത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 9-10 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെ നാം കാണുന്നത് വിശ്വാസത്തിന്റെ കാത്തിരിപ്പാണ്. നമുക്കറിയാം, ഏകദേശം 72 വയസ്സുള്ളപ്പോഴാണ് കൽദേരുടെ ഊരിൽ വെച്ച് അബ്രഹാമിനെ ദൈവം വിളിച്ചത് എന്ന്. എന്നാൽ നാം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 75 വയസ്സുള്ള അബ്രഹാമിനെ ദൈവം രണ്ടാമത് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ഹാരാനിൽ നിന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്റെ യാത്ര തുടർന്ന് ഇവിടെ എത്തിയെങ്കിലും താൻ അവിടെ താമസിച്ചു പോയി. അവിടെ താമസിച്ച് ഹാരാനിൽ നിന്ന് പുറപ്പെടാതിരുന്നപ്പോൾ, അബ്രഹാമിന്റെ പിതാവായ തേരഹ് മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം രണ്ടാമത്തെ പ്രാവശ്യം അബ്രഹാമിനെ വിളിച്ചു. അങ്ങനെ വീണ്ടും അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. എന്നാൽ അദ്ദേഹം വാഗ്ദത്ത ദേശത്തെത്തി. അദ്ദേഹത്തിന് ദൈവം ഇസഹാക്കിനെ ദാനമായി സമ്മാനമായി ഒരു മകനായിട്ട് നൽകി. അതിനുശേഷം
അദ്ദേഹം പിന്നെയും തൻ്റെ തലമുറയെ കണ്ടു. യാക്കോബിനോടൊപ്പവും അബ്രഹാം കൂടാരത്തിൽ പാർത്തു. നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ പറയുന്നത് ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച പട്ടണത്തിനു വേണ്ടി അവൻ കാത്തിരുന്നു എന്നാണ്. അബ്രഹാമിനെ കുറിച്ച് നാം പഠിക്കുന്ന രണ്ടാമത്തെ വലിയ പാഠം പേഷ്യൻസ്. അവൻ വളരെ ക്ഷമയോടെ കാത്തിരിക്കുന്നവനായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെയും എൻ്റെയും വിശ്വാസ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം അതാണ്. നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത സ്വർഗീയ പട്ടണമുണ്ട്. നമുക്ക് സ്വർഗത്തിൽ ഒരു വാസസ്ഥലം നമ്മുടെ കർത്താവ് ഒരുക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയ കൂട്ടുകാരെ, നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശ രക്ഷിക്കപ്പെട്ട നാം യേശുക്രിസ്തുവിനോടൊപ്പം നിത്യത മുഴുവൻ ആയിരിക്കും. കർത്താവ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് വരും. അപ്പോൾ ഒരു കാത്തിരിപ്പ് അബ്രഹാം ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠം. ഒന്ന്, അവൻ അനുസരിക്കുന്നവനായിരുന്നു. രണ്ട്, അവൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവനായിരുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം കാത്തിരുന്നത് പോലെ നിങ്ങളും ഞാനും വളരെ പ്രത്യാശയോടുകൂടെ കാത്തിരിക്കണം. ഇനിയും മൂന്നാമത്തെ പാഠം കൂടെ ഞാൻ പങ്കുവയ്ക്കട്ടെ. നാം ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ തന്നെ മൂന്നാമത്തെ പാഠം കാണുകയാണ്. ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർപ്പിക്കുവാൻ ദൈവം ശക്തൻ എന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. നാം ഇവിടെ കാണുന്ന വിലയേറിയ സത്യം വിക്ടറി ഓവർ ഡെത്ത് എന്നുള്ള ഒരു സത്യമാണ്. അതെ, മരണത്തിൻ്റെ മേൽ ഉള്ള ജയം. നമുക്ക് വിശ്വാസത്താൽ ഒരു ഉയിർത്തെഴുന്നേൽപ്പ് പ്രാപിക്കാൻ കഴിയും. വിശ്വാസത്താൽ മരണത്തെ ജയിക്കുവാൻ കഴിയും എന്നുള്ള ഒരു വലിയ പാഠം അബ്രഹാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, നിങ്ങളും ഞാനും യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ദൈവമക്കളായി തീർന്നവരാണെങ്കിൽ നമുക്ക് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷ പല്ലു തകർത്താകയാൽ ഇനി തെല്ലും ഭയമന്യേ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാം എന്ന് നാം പാടാറില്ലേ? അതുകൊണ്ട് മരണത്തെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യം നിങ്ങൾ വായിക്കണം. അവിടെ നാം കാണുകയാണ്, ദൈവം അബ്രഹാമിനെ അവന്റെ വിശ്വാസം പരീക്ഷിക്കുകയാണ്. നിന്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്ത്, മോറിയ ദേശത്ത് അവിടെ കൊണ്ടുപോയി ഹോമയാഗം അർപ്പിക്കണമെന്നായിരുന്നു ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. അവൻ അത് കേട്ട ഉടനെ നേരം വെളുക്കുമ്പോൾ അതിരാവിലെ അവൻ എഴുന്നേറ്റ് അവിടെ നിന്ന് വിറക് കീറി എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പോടുകൂടെ കഴുതയെ ഒരുക്കി ആ തൻ്റെ ദാസന്മാരുമായി തൻ്റെ മകനുമായിട്ട് യാത്രയാവുകയാണ്. 3 ദിവസം യാത്ര ചെയ്തു. പ്രിയ കുഞ്ഞുങ്ങളെ, ഓർത്തു നോക്കുക, ഇങ്ങനെ യാത്ര ചെയ്ത് അബ്രഹാം പോകുമ്പോൾ അവന്റെ ഏകജാതനായ മകൻ ഇസഹാക്ക്, ആ ഇസഹാക്കിന് ചിലപ്പോൾ ഏകദേശം 15 വയസ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന് 115 വയസ്സുണ്ട്. ഈ 115 വയസ്സുള്ള വൃദ്ധനായ അബ്രഹാം തൻ്റെ മകനുമായിട്ട് നടന്ന് ആ മോറിയ ദേശത്തുള്ള മലയിലേക്ക് പോവുകയാണ്. 1-ാമത്തെ ദിവസം യാത്ര ചെയ്തു. കുറേ ദൂരം ചെന്നപ്പോൾ ഉച്ചയായപ്പോൾ അവർക്ക് വിശന്ന് കാണും. വീട്ടിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന അപ്പം എടുത്ത് മകന് കൊടുത്ത് ഈ അപ്പനും ദാസന്മാരും കഴിച്ചു. എന്നാൽ ഈ അപ്പന്റെ മുഖത്ത് ഈ മകൻ വലിയ ദുഃഖം കണ്ടു കാണും. മകൻ ഇസഹാക്ക് ചിന്തിച്ചു കാണും, ഇന്നെന്താ എൻ്റെ പപ്പ എബ്രഹാം പപ്പ ഇന്നിങ്ങനെ ഇത്ര വിഷമമുള്ളവനായിട്ടിരിക്കുന്നത്? അന്ന് വൈകിട്ടും അവരൊന്നിച്ച് ആഹാരം കഴിക്കുമ്പോൾ പപ്പായുടെ മുഖം വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കറിയാം ഈ പപ്പായുടെ മുഖം എന്താ വിഷമിച്ചിരിക്കുന്നതെന്നല്ലേ? നിങ്ങളുടെ പപ്പ നിങ്ങളെ
എത്ര സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമോ? അതുപോലെ ഈ അബ്രഹാം തന്റെ വാർദ്ധക്യത്തിലുള്ള മകനെ വളരെ സ്നേഹിച്ചു കേട്ടോ. പക്ഷേ ഈ പോന്ന വഴിയിലെല്ലാം അബ്രഹാം ചിന്തിക്കുന്നുണ്ട്, എന്റെ മകനെ ഞാൻ എങ്ങനെ ഹോമയാഗം കഴിക്കും, ഞാൻ എങ്ങനെ കത്തി കൊണ്ട് എന്റെ മകനെ വെട്ടിക്കൊല്ലും, ദൈവത്തിന് മുമ്പാകെ അവനെ ദഹനയാഗമായി ഒരു ഹോമയാഗമായി ഞാൻ എങ്ങനെ അർപ്പിക്കും? ആ ചിന്ത അവന്റെ ഹൃദയത്തെ ഇങ്ങനെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അപ്പന്റെ മുഖത്തെ ആ ദുഃഖം ഇസഹാക്ക് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ 3-ാം ദിവസം അവർ ദൂരെ നിന്ന് ആ മോറിയാദേശത്തുള്ള മല കണ്ടു. അവിടേക്ക് അബ്രഹാം തന്റെ മകനുമായിട്ട് പോവുകയാണ്. ദാസന്മാരെ അല്പം ദൂരെ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ, ഞങ്ങൾ ഹോമയാഗം അർപ്പിച്ചിട്ട് മടങ്ങി വരാം എന്ന് പറഞ്ഞ് അബ്രഹാം വിശ്വാസത്താൽ പോവുകയാണ്. മകൻ ചോദിച്ചു, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്, ആ മൃഗം എവിടെ എന്ന് ചോദിച്ചു. എന്നാൽ അബ്രഹാം പറഞ്ഞു, യഹോവയിരേ, ദൈവം കരുതിക്കൊള്ളും. അങ്ങനെ അവർ പോയി അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിച്ചു എന്നാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. വിശ്വാസത്താൽ അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ തന്റെ മകനെ ആ യാഗപീഠത്തിലേക്ക് അബ്രഹാം കയറ്റി കിടത്തി. അവന്റെ കൈകാലുകളെ കെട്ടി ഇനിയും അവനെ കൊല്ലുവാനായിട്ട് കത്തിയെടുക്കുകയാണ്, അവനെ അറുക്കുവാനായിട്ട്, ചോര ചിന്തുവാനായിട്ട്. എന്നാൽ അപ്പോൾ ദൈവം അവനെ വിളിച്ചു, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. എന്താണ് ഇവിടെ നിന്ന് നാം കാണുന്നത്? ദൈവം ഇടപെടുകയാണ്. അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം ആദരിച്ചു. അബ്രഹാം ദൈവത്തെ ഭയപ്പെടുന്നു ദൈവം പൂർണ്ണമായിട്ടും അവൻ തെളിഞ്ഞു എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. എന്നിട്ട് അബ്രഹാം തന്റെ മകനെ തിരികെ കിട്ടിയപ്പോൾ നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, മരിച്ചവൻ ഉയിർത്തെഴുന്നേറ്റ് തിരികെ വരുന്നത് പോലെ അബ്രഹാം തന്റെ മകനെ പ്രാപിച്ചു. പ്രിയ കൂട്ടുകാരെ, ഇവിടെ നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്ന 3-ാമത്തെ പാഠം, അബ്രഹാം മരണത്തിന്റെ മേൽ ജയം വരിച്ചതും വിശ്വാസത്താലായിരുന്നു. അബ്രഹാം തനിക്കുള്ളത് ദൈവത്തിന് കൊടുക്കുവാൻ തയ്യാറായി. അതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ആ യാഗപീഠം ദൈവത്തിന്റെ കരങ്ങളാണ് എന്ന് ചിന്തിക്കാറുണ്ട്. ദൈവം തന്റെ കരങ്ങൾ നീട്ടി ആ കരത്തിലേക്ക് തന്റെ മകനെ അബ്രഹാം എടുത്തു വെച്ചു. എന്നാൽ ആ കരത്തിലേക്ക് അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിനെ ദൈവം സ്വീകരിച്ചിട്ട് ആ മകനെ അനുഗ്രഹിച്ച് അബ്രഹാമിന് തിരികെ നൽകി. പ്രിയ കൂട്ടുകാരെ, നിങ്ങളും ഞാനും നമുക്കുള്ളത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ പാട്ട് പാടുവാൻ നല്ല കഴിവുണ്ടായിരിക്കും അല്ലേ? വാക്യം കാണാതെ പഠിക്കാൻ നല്ല കഴിവുണ്ടായിരിക്കും അല്ലേ? ചിലപ്പോൾ ബൈബിൾ വായിച്ച് ധ്യാനിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന എന്ത് കഴിവാണെങ്കിലും അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചാൽ ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും. അതെ, അബ്രഹാം തന്റെ മകനെ ദൈവത്തിന് കൊടുക്കുവാൻ തയ്യാറായി. തന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള, താൻ ഏറ്റവും സ്നേഹിച്ച, താൻ ഏറ്റവും ആദരിച്ച തന്റെ മകനെയാണ് അബ്രഹാം ദൈവത്തിന് അർപ്പിച്ചത്. പ്രിയ മോനെ, പ്രിയ മോളെ, ദൈവത്തിന് നിങ്ങളുടെ ജീവൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതെ, അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, മരണത്തിൽ നിന്നും നമുക്ക് വിടുതൽ നൽകുന്നത് ദൈവമാണ്. മരണത്തിന്റെ മേൽ നമുക്കൊരു ജയമുണ്ട്. അബ്രഹാം നമ്മളോട് പറയുകയാണ്, അനുസരണത്തിന്റെ പാഠം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അബ്രഹാം അതുപോലെ തന്നെ നമ്മളോട് പറയുകയാണ്, കാത്തിരിപ്പിന്റെ പാഠം. അതുപോലെ അബ്രഹാം നമ്മളെ പഠിപ്പിക്കുകയാണ്, വിശ്വാസത്താൽ മരണത്തിന്റെ മേലും ജയം വരിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, യഹോവയിരേ എന്ന് അബ്രഹാം പറഞ്ഞു. അതെ, യഹോവ കരുതിക്കൊള്ളും. യഹോവ തനിക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞു. അതെ, നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവം കരുതിയ, നിങ്ങളുടെയും എന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം കരുതിയ ദൈവത്തിന്റെ കുഞ്ഞാട് അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, ക്രിസ്തു തന്നെയെന്ന് നാം 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാട് യാഗമായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു ഇസഹാക്ക് മരിക്കേണ്ട ഇടത്ത്, നിങ്ങളും ഞാനും മരിക്കേണ്ട ഇടത്ത് നമുക്ക് പകരമായി മരിച്ചു.
ഈ യേശു കർത്താവ് നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ചത്. ദൈവം കരുതി, യഹോവീരേ, ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കരുതി. അവൻ നിങ്ങൾക്കും എനിക്കും വേണ്ടി യാഗമായി തീർന്നു. പ്രിയ കുഞ്ഞെ, നിന്റെ പാപത്തിൽ നിന്നും രക്ഷ പ്രാപിപ്പാൻ, നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, പിശാചിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ നിനക്കൊരു വഴി മാത്രമേ ഉള്ളൂ. അത് നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ നീ നിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. യേശു കർത്താവിനോട് പറയണം, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എന്നെ അങ്ങയുടെ മകനാക്കി തീർക്കണമേ, എന്നെ അങ്ങയുടെ മകളാക്കി തീർക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നാം രക്ഷിക്കപ്പെടും, ദൈവമക്കളായി തീരും, സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതും. അങ്ങനെ നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കഴിയും. അബ്രഹാം വിശ്വാസികളുടെ പിതാവായി. ഈ കർത്താവിൽ നിങ്ങളും ഞാനും വിശ്വസിച്ചാൽ ഈ അബ്രഹാം നമ്മുടെയും പിതാവാകും. നമുക്ക് പറയാൻ കഴിയും, ഞാൻ അബ്രഹാം വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചു, ഞാനൊരു ദൈവ പൈതലാണ് എന്ന്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അങ്ങനെ ദൈവമക്കളായി തീരുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ദിനം കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കിഡ്സ് കിക്ഡം ഓൺലൈൻ വീണ്ടും വന്നെത്തി കൂട്ടുകാരെ. 3 ദിനങ്ങൾ ആമോദമാക്കാൻ വാ കൂട്ടുകാരെ. കിഡ്സ് കിക്ഡം ഓൺലൈൻ VBS പിതാക്കന്മാരുടെ ജീവിത കഥയും പാട്ടും കളികളുമായി അവധിക്കാലം ആഘോഷമാക്കാം കൊച്ചു കൂട്ടുകാർ. കിഡ്സ് കിക്ഡം ഓൺലൈൻ VBS പിതാക്കന്മാരുടെ ജീവിത കഥയും പാട്ടും കളികളുമായി അവധിക്കാലം ആഘോഷമാക്കാം കൊച്ചു കൂട്ടുകാരെ.